ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 4, വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാൾ. പോർച്ചുഗലിൽ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ജോൺ ദ ബ്രിട്ടോ ഡോൺ പെദ്രോ ദിദിയന്റെ കൊട്ടാരത്തിലാണ് ബാല്യകാലം ചെലവഴിച്ചത്. ചെറുപ്പത്തിൽ ജോണിന് വന്ന ഗുരുതരമായ രോഗം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിച്ചതും 1662 ഡിസംബർ 17 ലിസ്ബണിലെ ഈശോ സഭ നവ സന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു. 11 കൊല്ലങ്ങൾക്കു ശേഷം മാതാപിതാക്കളുടെയും കൊട്ടാരത്തിലുള്ളവരുടെയും എതിർപ്പുകൾ അവഗണിച്ച് ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് വിളിക്കുന്നു. ആ ദൈവവിളിക്ക് യഥാസമയം ഞാൻ മറുപടി നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. അതിനാൽ ഞാൻ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പോകുന്നു. 14 കൊല്ലം തഞ്ചാവൂർ, മധുര, രാമേശ്വരം എന്നിവിടങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചതും പഠിപ്പിച്ചതും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും അറിഞ്ഞ നാട്ടുരാജാവ് ജോണിനെ നാടുകടത്തി. എന്നിട്ടും തൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന മേഖലയായ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചെത്തിയതും സ്നാപക യോഹന്നാനെ പോലെ ജോൺ ബ്രിട്ടോയും ഒരു സ്ത്രീയുടെ കോപത്തിന് കാരണമായി. ജയിലിലടയ്ക്കപ്പെട്ടു. വേദന സമ്പൂർണമായ ജയിൽവാസത്തിന് ഒടുവിൽ ജോൺ ബ്രിട്ടോയുടെ ശിരസ് ഛേദിച്ചു. 1947 ജൂൺ 22 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ദൈവത്തെ പ്രതി സമസ്തവും ത്യജിച്ച ജോൺ ബ്രിട്ടോ ഞങ്ങൾക്കു വേണ്ടി, ലോകം മുഴുവനു വേണ്ടിയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.